ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക്, ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിൽ ഗവർണർ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അന്യായമായി തടഞ്ഞു വെച്ചതിനെതിരെ സുപ്രീം കോടതി ഇന്ന് സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. തമിഴ്നാട് ഗവർണർ പിടിച്ചുവെച്ച 10ഓളം ബില്ലുകൾ സുപ്രീം കോടതി നേരിട്ട് പാസ്സാക്കുക പോലും ഇന്ന് ചെയ്യുകയുണ്ടായി. യഥാർത്ഥത്തിൽ തമിഴ്നാടിന്റെ ഒരു പോരാട്ടം, തമിഴ്നാടിന്റെ എന്ന് മാത്രമല്ല കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗവർണർമാർ അനീതി കാണിച്ച് ബില്ലുകൾ തടഞ്ഞുവെച്ച സാഹചര്യം ഉണ്ടായ എല്ലാ സംസ്ഥാനങ്ങളുടെയും പോരാട്ടത്തിൽ ഒരു ഉജ്ജ്വല വിജയമായി ഇന്നത്തെ വിധി കണക്കായിക്കൂടെ? ഉജ്ജ്വല വിജയം എന്ന് നമുക്ക് പറയാം. ഈ വിജയം ഒരു 1.5 വർഷം മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിന് ഈ വിജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പഞ്ചാബ് വിജയിച്ചു, പിന്നെ ഇപ്പോൾ തമിഴ്നാട് വിജയിക്കുന്നു. നാളെ ഇപ്പോൾ കേരളത്തിൻ്റെ ഹർജി ഇന്നിപ്പോൾ പരിഗണിച്ചിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ വിധി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ അതും വിജയിച്ചേക്കും. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ ഹർജി ഇങ്ങനെ വരുന്നു. സുപ്രീം കോടതി ഇങ്ങനെ അതിൻ്റെ കാലഗണനയ്ക്കനുസരിച്ച് പരിഗണിച്ച് വിധി പറയുന്നു ഗവർണർമാരുടെ കാര്യത്തിൽ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളിതിങ്ങനെ സുപ്രധാനമായ വിധി എന്നൊക്കെ പറയുമ്പോൾ സംഗതി സുപ്രധാനമായ വിധി തന്നെ. കാരണം വെച്ചാൽ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഇതര അല്ലെങ്കിൽ NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്ന ഗവർണർമാർക്ക് സവിശേഷമായ ചില ദൗത്യങ്ങളുണ്ട്. എങ്ങനെ സർക്കാരുമായിട്ട് യുദ്ധം ചെയ്യാം, സർക്കാരിൻ്റെ നടപടികളെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം, അവർ പാസ്സാക്കിയേക്കുന്ന അവരുടെ നിയമസഭകളിൽ നിന്ന് പാസ്സാക്കി വരുന്ന ബില്ലുകൾ എങ്ങനെ വൈകിപ്പിക്കാം, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടത്തണം, പിന്നെ പരസ്യമായിട്ട് സർക്കാരുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യണം. ഇതൊക്കെ നമ്മളും കണ്ടാണല്ലോ. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇത്തരം ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വരുന്നത്. ഇത് ഗവർണർമാരെല്ലാം സത്യത്തിൽ തോൽക്കുന്നത് ഇങ്ങോട്ട് അയക്കുന്ന നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം ആണ് സത്യത്തിൽ ഈ വിധികളിലൂടെ തോൽക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ വിധി വരുന്നതിന് മുമ്പ് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ വിധി വന്നു. പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത് വളരെ കൗതുകരമാണ്. നിയമസഭ വിളിച്ചു ചേർക്കണം എന്ന മന്ത്രിസഭാ തീരുമാനം അത് നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ ഗവർണർ തീരുമാനിച്ചു. അതാണ് ആദ്യം പഞ്ചാബ് സർക്കാർ ചോദ്യം ചെയ്യുന്നത്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നൊരു ക്യാബിനറ്റ് നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നത് നിയമപരമാണോ എന്ന് ഞാൻ നിയമോപദേശം തേടട്ടെ എന്ന് പറയുന്ന ഗവർണറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബൻവാരിലാൽ പുരോഹിത് എന്നോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് കഴിഞ്ഞു. അത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ നിയമസഭ വിളിച്ചു ചേർത്തു. ആ സഭാ സമ്മേളനത്തിൽ പാസ്സാക്കിയ ബില്ലുകളുടെ കാര്യത്തിലായി പിന്നെ പ്രശ്നം. ഈ സെഷൻ നിയമവിധേയമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം ബില്ലിന് അംഗീകാരം കൊടുക്കാനായി. ഇതായിരുന്നു പ്രശ്നം. അന്ന് അന്നത്തെ ബെഞ്ചിൽ ഇന്ന് വിധി പറഞ്ഞ JB പർദിവാല അന്നത്തെ ബെഞ്ചിലും ഉണ്ടായിരുന്നു. അത് ഗവർണറുടെ അധികാരം എന്താണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിങ്ങനെ ബില്ല് തടഞ്ഞു വയ്ക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ബില്ലിന് അനുമതി കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയോ, എന്താ ഈ 3 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അത് വേഗം ചെയ്യണം. ഭരണഘടനയുടെ വകുപ്പ് തന്നെ പറയുന്നത് ഇത് എത്രയും വേഗം ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങളുടെ പണി. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ. വേറെ സവിശേഷമായ പണിയൊന്നും നിങ്ങൾക്കില്ല എന്ന് വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ അതിൽ പറഞ്ഞു വെച്ചു. ഇന്നിപ്പോൾ ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് മഹാദേവനും അവർ രണ്ടുപേരും അടങ്ങുന്ന ബെഞ്ച് ഇത് കുറെ കൂടെ വിശാലമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ തമിഴ്നാട് നിയമസഭ ഒരു തവണ മടക്കി അയച്ചു. ആ ബില്ലുകൾ തമിഴ്നാട് നിയമസഭ രണ്ടാമത് പാസ്സാക്കി വിട്ടപ്പോൾ അത് നേരെ രാഷ്ട്രപതിക്ക് അയക്കുകയാണ്. അത് കുറേ കാലം വെച്ചിരുന്നതിന് ശേഷം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് തമിഴ്നാട് ഗവർണറായിരുന്ന RN രവി ചെയ്തത്. അപ്പോൾ ഈ പണി ഇതല്ല നിങ്ങളുടെ പണി. നിങ്ങൾ രണ്ടാമത് നിയമസഭ പാസ്സാക്കി അയച്ചത് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് നിങ്ങൾ രാഷ്ട്രപതിക്ക് അയക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ രാഷ്ട്രപതിക്ക് അയച്ചിട്ടും കാര്യമില്ല. അത് നിയമമായി കഴിഞ്ഞു എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി നിങ്ങൾ ഒപ്പിട്ടാലും കൊള്ളാം, ഒപ്പിട്ടില്ലെങ്കിലും കൊള്ളാം, രാഷ്ട്രപതി എന്ത് ചെയ്താലും കൊള്ളാം, ഇത് നിയമമായി കഴിഞ്ഞു എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ പണി ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ വിധിയിൽ നിന്നുള്ള ഒരു ഗുണപാഠം ഗവർണർമാർക്ക്. അതായത് നിയമസഭ നിങ്ങൾ തിരിച്ചയച്ചതിന് ശേഷം നിയമസഭ രണ്ടാമത് പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ട് കൊടുക്കുക മാത്രമേ നടക്കുള്ളൂ. അല്ല, അതിന് രാഷ്ട്രപതിക്ക് അയക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി. അതുപോലെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം വേണം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തിരിച്ചയക്കണം. അല്ല, ഇനി എന്തെങ്കിലും പരിശോധനയൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് 3 മാസം വരെ ആകാം. അതിനുള്ളിൽ ഒപ്പിടണം.
ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇല്ലെങ്കിൽ നിങ്ങൾ 1 മാസത്തിനകം രാഷ്ട്രപതിക്ക് അയക്കണമെങ്കിൽ അതിന്മേലൊരു തീരുമാനം എടുക്കും. ഇങ്ങനത്തെ 3 ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളതും തീരുമാനമായി. ഇനി ഇതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഗവർണർമാർ ഇത് അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ആദ്യത്തെ സുപ്രീം കോടതി അവിടെ വിധി അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ വിധി വന്നു, നാളെ ഈ കേരളത്തിൻ്റെ കാര്യത്തിലും വിധി വരും. എന്നാലും ഈ NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ ഇത് ചെയ്തില്ല എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പണി ഇവർ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിധി എന്തായാലും ചരിത്രപ്രധാനമായ വിധി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി ഇതിനു മുമ്പും വളരെ ഗംഭീരമായ വിധികൾ നേരത്തെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. SR ബൊമ്മയുടെ കേസിലുണ്ട്. അതുപോലെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറും സർക്കാരും തമ്മിൽ അത് ഈ അടുത്ത കാലത്താണ് വന്നത്. അതിലും സുപ്രധാനമായ വിധികൾ അതിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കും അസംബ്ലിക്കും ആണ് ഏറ്റവും പരമമായ അധികാരമുള്ളത്. അവരെടുക്കുന്ന തീരുമാനങ്ങളുടെ മേൽ കുത്തിയിരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതി മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ക്യാബിനറ്റിൻ്റെ ശുപാർശ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പലകുറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരനുസരിക്കുമല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് ഈ വിധിയോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മിനിസ്റ്റർ രാജീവ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതായത് ഗവർണർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് വെച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും അധികാരമില്ലാത്ത ഈ ഒരു പദവിക്ക് വേണ്ടി ആത്മാഭിമാനമുള്ള ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറാകുമെന്നായിരുന്നു അത്ര അംബേദ്കർ ചോദിച്ചിരുന്നത്. ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു തങ്ങളുടെ അധികാര പരിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി ഗവർണർമാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കുമോ, അതല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതങ്ങ് ഉപയോഗപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു ധാരണപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റാണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണത്തിനൊന്നും ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല, BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇമാതിരി ഒരു പ്രശ്നമില്ല. അവിടെ മന്ത്രിസഭ നിങ്ങൾ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നൊരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിയമോപദേശം തരട്ടെ എന്ന് അവിടെ ഒരു ഗവർണറും പറയുന്നില്ല. അവിടെ പാസ്സാക്കി വിടുന്ന ഏത് നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ബില്ലിനും അവിടെ എത്തുന്നതിന് മുമ്പ് ഒപ്പുവേണത് ഇവിടെ നിയമസഭാ മന്ദിരത്തിൽ വന്ന് ഇട്ടിട്ട് പോകും ഗവർണർമാർ. അങ്ങനത്തെയാണ് അവസ്ഥ. ഇവിടെ വേറെ എവിടെയും ഈ പ്രശ്നങ്ങളില്ല. അവിടെ ഒന്നും ഗവർണർമാർ റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല. ഇവിടെ 5 വർഷം നമ്മളത് കണ്ടു. എന്നിട്ട് നമ്മളെന്താ ചെയ്തത്? ഗവർണർക്ക് വലിയ അധികാരങ്ങളുണ്ട് എന്നുള്ള മട്ടിൽ ഗവർണറെ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അത് ആ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയും മുന്നണിയും ഒക്കെ ജനവിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അതിന് മുകളിലാണ് ഈ പറയുന്ന ഗവർണർ എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലാണ് നമ്മളവിടെ ആഘോഷിച്ചത്. നമ്മുടെ മീഡിയ എങ്ങനെയാണ് ഗവർണറായിരുന്ന ആരിഫ് അദ്ദേഹത്തിന് അത് നേടിയെടുക്കാനുള്ള ഒരു സവിശേഷമായ കഴിവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ആഘോഷിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. നാട്ടുകാരുടെ മുമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന അസംബ്ലിയോ സർക്കാരോ ഒന്നുമല്ല, അതിനേക്കാൾ മുകളിലാണ് ഗവർണർ എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടാടിയത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണോ ഗവർണർമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷമായ ദൗത്യം, ആ ദൗത്യം നിർവഹിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്ന ആളുകളെ ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താ പറയുക, ഇപ്പോൾ രാജീവ് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ അത് ശരിയാണ്. അംബേദ്കർ പറഞ്ഞതിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. എന്താണോ തീരുമാനിക്കുന്നത് അതിൽ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അത് സുപ്രീം കോടതി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികാരമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. അവിടെയാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഗവർണർമാരെ വെച്ച് കേന്ദ്രത്തിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ, ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി തുടരുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീറ്റോ പവർ ഇല്ലെന്നേ, നിങ്ങൾ മന്ത്രിസഭകൾ പറയുന്നത് കേട്ട് നിന്നാൽ മതി എന്ന് സുപ്രീം കോടതി നൽകുന്ന ഈ ഒരു താക്കീത്, ഇത് ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ തന്നെയല്ലേ നൽകുന്നത്? അല്ല, ഡെഫിനറ്റ്ലി അത് പ്രതീക്ഷ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര അധികാരമുള്ളൂ എന്ന് കുറെ കൂടെ ആവർത്തിച്ച് മനസ്സിലാക്കുക. ഒരു പൊളിറ്റിക്കൽ അവയർനെസ് നാട്ടുകാർക്ക് ഉണ്ടാവുകയാണ്. ഗവർണർ എന്ന പദവിക്ക് ഇത്രേ അധികാരമുള്ളൂ, അവരെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളോ പറയുന്നതിനനുസരിച്ച് പണിയെടുക്കുന്നവരാണ് ഇവർ. ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ അവയർ
അവയർനെസ് ഈ വിധിയിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതിലും സംശയമൊന്നുമില്ല. സ്റ്റാലിനെ സംബന്ധിച്ചാണെങ്കിലും തമിഴ്നാട്ടിൽ DMK സംബന്ധിച്ചാണെങ്കിലും ആ അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു എനർജി പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന ഒരു എന്താ പറയുക, ഹിന്ദുത്വ ഫാഷിസ്റ്റ് റെഷീമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ അത് അവർക്ക് നൽകുന്ന എനർജി വലുതാണ്. കേരളത്തെ സംബന്ധിച്ചും അത് വളരെ വലുതായിരിക്കും. അത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉടക്കുവിദ്യയായിട്ട് ഇവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഇപ്പം നാളെ ഇപ്പോൾ കേരളം കൊടുത്തിരിക്കുന്നത് 2023 മുതൽ നിയമസഭ പാസ്സാക്കി വിട്ട പല ബില്ലുകളും ഗവർണർ അംഗീകരിച്ചിട്ടില്ല, ഇതിലൊരു തീരുമാനം വേണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. തമിഴ്നാടിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം 2020 മുതലുണ്ട്. ഇപ്പോൾ നമുക്ക് 23 മുതലേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അതിന് മുകളിലൊക്കെ പലവട്ടം വൈകിപ്പിച്ചിട്ടാണ് ഒപ്പിട്ടതെന്നുള്ള വസ്തുത അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നു. നാളെ അത് ഒപ്പിടുമായിരിക്കും. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിടുമായിരിക്കും. അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ചിലപ്പോൾ പറയും ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇത് ഒപ്പിട്ടതായിട്ട് കണക്കാക്കുകയാണ് എന്ന് സുപ്രീം കോടതി. അത് തീർന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ പാസ്സാക്കി വിട്ടൊരു ബില്ലിൻ്റെ പുറത്ത് ഇതേപോലെ അടയിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേരള സർക്കാരിന് വീണ്ടും കേസും കൂട്ടമായിട്ട് സുപ്രീം കോടതി പോകാൻ മാത്രമേ മാർഗം ഉണ്ടാവുള്ളൂ. അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബില്ലിൽ ഒപ്പിടണം എന്ന് അവിടെ പോയി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗവർണർ അത് ചെയ്തില്ല എങ്കിൽ ഗവർണർക്കെതിരെ ഒരു നടപടി എടുക്കാൻ, കാരണം വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു തരത്തിലുള്ള നിയമ നടപടിക്കും ഗവർണർ വിധേയനാകേണ്ടതില്ല. ഗവർണർ പദവിയിലിരിക്കുമ്പോൾ വിധേയനാകേണ്ടതില്ല. ഗവർണർ പദവിയിലിരിക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളുടെ പേരിൽ പിന്നീടും അദ്ദേഹം നടപടികൾക്ക് വിധേയനാകേണ്ടതില്ല. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷവും തമിഴ്നാടിൻ്റെ ഹർജി അവിടെ ഇരിക്കുന്നത്. സെയിം കാര്യമാണ് ഇതിലും പറയുന്നത്. 1-2 പോയിൻറ്റ്സേ മാറ്റമുള്ളൂ. ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. തമിഴ്നാടിൻ്റെ ബില്ല് അപ്പോഴേ ഒപ്പിട്ട് പോകണ്ട, നടക്കില്ല. അപ്പം ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഭയക്കുന്നത് ഇവരെ നിയോഗിച്ചിരിക്കുന്ന ഈ കുബുദ്ധികളുണ്ടല്ലോ, അവരിനി അടുത്ത എന്തൊക്കെ ഉപായങ്ങളായിരിക്കും കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത പ്രശ്നം. ഇതിലൊരു ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിങ്ങൾ രാഷ്ട്രപതിക്ക് വിടണം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മിനിമം ഏറ്റവും മാക്സിമം 3 മാസം അതിനുള്ളിൽ ഒപ്പിടണം. ഇതാണ് ഓപ്ഷൻസ്. വരുന്ന ബില്ലുകളൊക്കെ രാഷ്ട്രപതിക്ക് വിടാൻ തീരുമാനിച്ചാലോ? അങ്ങനെ ആവാമല്ലോ ഗവർണർക്ക്. വരുന്ന ബില്ലുകളിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നൊക്കെ ഒപ്പിട്ട് കൊടുക്കുക. ബാക്കി അവരുടെ അജണ്ടയ്ക്ക് വിഘാതമാവുന്നു തോന്നുന്ന ബില്ലുകളൊക്കെ രാഷ്ട്രപതിക്ക് വിടാൻ തീരുമാനിച്ചാലോ? അപ്പം ഇനിയിപ്പോൾ നമ്മൾ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലുകളിന്മേൽ എന്ത് തീരുമാനം എടുക്കണം, എത്ര സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ള ഹർജിയായിട്ട് സുപ്രീം കോടതി പോകേണ്ടി വരും. അത് എത്ര കാലം ആ കേസ് നീണ്ടുപോകും എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. അതൊരു പോസിബിൾ സിനാരിയോ പറയുന്നത്. അപ്പം ഇതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അത്രയും എന്താ പറയുക, ഒരു ഫെഡറൽ സിസ്റ്റത്തെ തകർക്കാനും അധികാരം കേന്ദ്രീകരിക്കാനും ഉള്ള ഫാഷിസ്റ്റ് മനോഗതിയുള്ള ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. അവരുടെ അജണ്ട നടപ്പാക്കുന്ന ആളുകളാണ് ഈ പറയുന്ന രാജ്ഭവനുകളിലൊക്കെ ഇരിക്കുന്നത്. ഇത് എന്തൊക്കെ തരത്തിലാണ് ഇനി മാനിപ്പുലേഷൻസ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഇന്ന് സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ ഗവർണറുടെ പ്രവർത്തനങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം. ഗവർണറുടെ നടപടികൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അത് മുമ്പെയാണ്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അതായത് അത് SR ബൊമ്മ കേസിന്റെ കാലം മുതൽ ഗവർണറുടെ നടപടികൾ ജുഡീഷ്യൽ റിവ്യൂവിന്, അന്നത്തെ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന, അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് അതായിരുന്നു. അതായത് ഗവർണറുടെ അന്ന് ഈ ആർട്ടിക്കിൾ 356 പ്രകാരം കർണാടക സർക്കാരിനെ പിരിച്ചുവിട്ടായിരുന്നുള്ള കേസ്. SR ബൊമ്മയായിരുന്നു മുഖ്യമന്ത്രി. അത് ചോദ്യം ചെയ്തിട്ടായിരുന്നു പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിൽ വിധി വരുന്നത്. അപ്പോഴത്തേക്കും SR ബൊമ്മ സർക്കാരൊക്കെ പോയി, പല സർക്കാർ മാറി അവിടെ. അപ്പോൾ ഈ കേസിൽ വിധി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: ഗവർണർ എടുത്തൊരു തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയനാക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. അന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു ഗവർണറുടെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്ന് സുപ്രീം കോടതി ശങ്കയ്ക്കില്ലാത്ത വിധം അന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണർ എടുക്കുന്ന ഏത് തീരുമാനവും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. പക്ഷേ ഗവർണറുടെ പരിപാടി എന്താ? ഈ സർക്കാർ എടുക്കുന്ന തീരുമാനം അത് ജനങ്ങളിലേക്ക് എത്തുന്നത് വൈകിപ്പിക്കുക. അതാണല്ലോ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ആ പാർട്ടിയെയോ, BJP അല്ലാത്ത ആ പാർട്ടിയെയോ ബുദ്ധിമുട്ടിലാക്കാനുള്ളൊരു പണി അതാണല്ലോ. അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടിയാലാണല്ലോ ഇവർക്കൊരു അംഗീകാരം കിട്ടുള്ളൂ. അത് വൈകിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഗവർണറുടെ പണി. അതാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും വൈകിപ്പിക്കാം. ഈ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്, നിങ്ങൾ ജുഡീഷ്യറി സമീപിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ. ജുഡീഷ്യറി സമീപിച്ച് തീരുമാനം വരുമ്പോഴത്തേക്കും മിനിമം ഒരു 6 മാസം കഴിയുമല്ലോ. അപ്പോൾ ഈ 6 മാസം മതിയല്ലോ ഇത് വൈകിപ്പിക്കാൻ. ഇതാണ് പ്രധാനം. ഇന്നത്തെ വിധിനകത്തിൽ അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പണി അവിടെ ഇരുന്ന് റോഡ് ബ്ലോക്ക് ആവലല്ല, അതായത് രാജ്യസഭയിൽ ഇരുന്ന് വഴിതടസ്സം ഉണ്ടാക്കലല്ല നിങ്ങളുടെ പണി.
ഈ ഭരണനിർവഹണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും വിധത്തിൽ പ്രവർത്തിക്കുകയാണ് എന്നുകൂടെ ഇന്നത്തെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിധിന്യായത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കണ്ടറിയാം. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാനം ഈ പ്രതിസന്ധി വല്ലാതെ അനുഭവിച്ചത്. പുതിയ ആർലേക്കർ ഗവർണറായതിനു ശേഷം ഇതുവരെ അങ്ങനെ വലിയ പൊട്ടിത്തെറികളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തമിഴ്നാടിന്റെ ഹർജിയിൽ വന്ന ഈ വിധി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഹർജികൾ പരിഗണിക്കാനിരിക്കുകയായിരുന്നു, ഇത് കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ കേരളത്തിന് ഒന്നുകൂടി ഗുണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ വിധി വന്ന് 2023 23 അവസാനത്തിലോ മറ്റാണ് പഞ്ചാബ് കേസിൽ വിധി വരുന്നത്. അത് ഇന്നിപ്പോൾ നമ്മൾ 25 ഇരുന്നിട്ടാണ് തമിഴ്നാട് കേസിൻ്റെ വിധിയെക്കുറിച്ച് പറയുന്നത്. തമിഴ്നാട് കേസിലെ വിധി നേരത്തെ വന്നിരുന്നെങ്കിലും അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിരുന്ന കാലത്താണെങ്കിൽ പോലും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള ഗെയിം തന്നെയായിരിക്കും കളിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഈ വിധി വന്നുകൊണ്ട് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്രത്തോളം ബഹളം ഉണ്ടാക്കുന്നില്ല പുതിയ ഗവർണർ എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണ് എന്നുള്ളത് ഏതാണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ ചില ബാനറുകളെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അജണ്ട അത് തന്നെയാണ്. ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കുറെ കൂടെ കമ്മിറ്റഡ് ആയിട്ടുള്ള സംഘപരിവാറുകാരനാണ് ആർലേക്കർ. അപ്പോൾ അതവിടെ സ്വഭാവമായിട്ട് അവിടെ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഈ വിധിന്യായം വന്നതുകൊണ്ട് അതൊന്നും മാറാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിനെങ്ങനെയാണ് എന്താ പറയുക, ഗവർണറുടെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർ ഓഫീസുകൾ ഇതിനെങ്ങനെ മറികടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് പുതിയ രീതിയിൽ ഗവർണർമാരെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത്. ഗവർണർ അടക്കമുള്ള ഭരണഘടനാ പദവികളെ ഇങ്ങനെ ഫെഡറലിസത്തെ അട്ടിമറിക്കാനും ജനാധിപത്യം അട്ടിമറിക്കാനൊക്കെ ബോധപൂർവ്വം ശ്രമിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തലുണ്ടാകുന്നു. അതൊരു പ്രതീക്ഷയായിട്ട് നമ്മൾ കാണും. അല്ല, അത് സംശയമില്ല. അത് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു എന്താ പറയുക, ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ഒരു കരുത്തിനെക്കുറിച്ചും അതിനെ നിലനിർത്തുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചും, ഭരണഘടന എന്ന് പറയുന്ന വിശുദ്ധ പുസ്തകത്തെക്കുറിച്ചും അതിലെ വകുപ്പുകളെക്കുറിച്ചും ഒക്കെ സുപ്രീം കോടതി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. അതിങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവുമ്പോൾ ഈ തരം ഓപ്പറേഷൻസ് കുറെ കാലം കഴിയുമ്പോഴെങ്കിലും ഇല്ലാതാകും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോവുക. അപ്പോൾ അത് ആ നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ആ ഓർമ്മപ്പെടുത്തലും അതുകൊണ്ട് തന്നെയാണ് ഇത് സുപ്രധാനമായ വിധിയാവുന്നത്. അല്ലാതെ ഇത് ഗവർണർമാരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തും, അല്ലെങ്കിൽ ഗവർണർമാർ രാജ്ഭവനുകൾ നാളെ മുതൽ എന്താ പറയുക, മന്ത്രിസഭ പറയുന്നതിനനുസരിച്ച് അതാത് സ്ഥലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി തീരുമാനിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിലല്ല. ഇത് പൊതുവിൽ ജനാധിപത്യത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്കാണ് ഈ വിധി വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. തമിഴ്നാട് ഗവർണർക്കെതിരെയാണ് ഇന്ന് തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ അതിന്മേൽ അടയിരുന്നതിനെ കുറിച്ചാണ് ഗവർണർമാരെ നിങ്ങൾക്ക് വീറ്റോ പവർ ഇല്ല, നിങ്ങൾക്ക് പോക്കറ്റ് വീറ്റോ പോലും ഇല്ല, നിങ്ങൾ ഇങ്ങനെ വഴി തടസ്സപ്പെടുത്തി നിൽക്കരുത്, ഭരണം സുഗമമാക്കാനുള്ള പണികളാണ് എടുക്കേണ്ടത് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഈ ഓർമ്മിപ്പിക്കൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ്. സുപ്രീം കോടതി ജനാധിപത്യത്തോടൊപ്പമുണ്ട്. ഭരണഘടനാ പദവികൾ പോലും പലപ്പോഴും നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്ന കാലത്ത് സുപ്രീം കോടതിയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഈ വിധി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിധി സുപ്രധാനമാകുന്നതും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.